ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തെ വോട്ടിംഗ് നില 77.68%. 2014 74.02 പോളിംഗ് രേഖപ്പെടുത്തിയപ്പോഴാണ് ഇത്തവണ മുന്നണികളെ അമ്പരപ്പിച്ച് റെക്കോർഡ് പോളിംഗ് നടന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പലയിടത്തും പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. വയനാട്ടിലാവട്ടെ ചരിത്രം തിരുത്തിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ആദ്യമായാണ് വയനാട്ടിൽ ഇത്രയും പോളിംഗ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഇഫക്ട്സ് ആണ് പോളിംഗിന് കാരണം ഉയരാൻ എന്നാണ് UDF വാദിക്കുന്നത്. വൻ ഭൂരിപക്ഷമാണ് രാഗയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇഫക്ട്സ് പ്രവർത്തിക്കും. വയനാട്ടിലെയും കേരളത്തിലെയും ഉയർന്ന പോളിംഗ് അതിന്റെ സൂചനയാണ്. ചരിത്രം തിരുത്തിയ വയനാട്ടിലെ പോളിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മറുപടി കൂടിയാണ് എന്ന് വേണുഗോപാൽ പറഞ്ഞു. വയനാടിനെ പാകിസ്ഥാൻ എന്നാണ് അമിത്ഷാ പരിഹസിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് ദേശീയ തലത്തിൽ വയനാടിനെ അപമാനിച്ച് സംഘപരിവാർ രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തെരുവിൽ ഉയരുന്നത് പാകിസ്ഥാൻ കൊടിയാണെന്നായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പരിഹാസം. എന്നാൽ ദേശീയ തലത്തിലുള്ള സംഘപരിവാർ പ്രചരണങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാകും വയനാട്ടിലെ ഫലം എന്നും വേണുഗോപാൽ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ BJPയും LDFും രാഷ്ട്രീയം കളിച്ചതിനെയും KC വിമർശിച്ചു. അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ് CPM സ്വീകരിച്ചത്. മുൻ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിശ്വാസികൾക്കൊപ്പം നിന്ന നിലപാട് സ്വീകരിച്ചതെന്നും വേണുഗോപാൽ പറഞ്ഞു. വയനാട്ടിലെ ഉയർന്ന പോളിംഗിന് കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന് ഇടതുപക്ഷവും സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി യുവാക്കൾ കൂട്ടത്തോടെ എത്തിയതാണ് വോട്ടിംഗ് ശതമാനം ഉയരാൻ കാരണമെന്നാണ് UDF നേതാക്കളും പറയുന്നത്. മൊത്തം 13,57,819 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉള്ളത്. അതിൽ 32,031 പേർ ജനുവരി 30-ന് ശേഷം പുതുതായി സമ്മതിദാന അവകാശം നേടിയവരാണ്. അതിനിടെ മലപ്പുറത്ത് 3 മണ്ഡലങ്ങളിലും പോളിംഗ് കുറവായത് UDF ക്യാമ്പുകളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.